ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2024 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മളൊരു 4 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനമാണ് 126. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ചെറിയൊരു കോഡൂടെ പറയാമേ. ഇപ്പം നമ്മുടെ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കിട്ടാത്തതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു? 6 ചാടി. സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനവും കിട്ടിയില്ല, 2ാം സ്ഥാനവും കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 6 ചാടി. അപ്പോൾ 1, 2, 6 അങ്ങനെ കണക്ട് ചെയ്തുകൂടി. മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതാണ്? കൊച്ചിയാണ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം. അപ്പോൾ എന്താണ് സാക്ഷ്യം? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണെന്ത്? സാക്ഷ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസവേതനം എത്രയാണ്? 346 രൂപയാണ്. അപ്പോൾ ഏത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസവേതനം എത്രയാണ്? 346 രൂപയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. 2024 G7 ഉച്ചകോടിയുടെ വേദിയാണ് ഇറ്റലി. അപ്പോൾ നമ്മുടെ മാനവ സന്തോഷ സൂചിക 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? സാക്ഷ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസവേതനം എത്ര രൂപയാണ്? 346. 346. 2024 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇറ്റലി. അടുത്ത ചോദ്യം. 2024 മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? KR മീര. 2024 മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? KR മീര. അപ്പം മാധവിക്കുട്ടി, മീര അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2024 മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാണ് KR മീര. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് ആരെന്ന് പറയുന്നത്? സദാനന്ദ വസന്ത് ഡേറ്റ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് ആര്? സദാനന്ദ വസന്ത് ഡേറ്റ്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ആയതുകൊണ്ട് തന്നെ ഈ സദാസമയം അന്വേഷണമായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്തൂടെ? സദാസമയം അന്വേഷണമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ വസന്ത് ഡേറ്റ്. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അപ്പോൾ IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? പന്തോയ് ചാനു. അപ്പോൾ ഈ നമ്മുടെ ഈ പന്തോയ് ചാനു എന്ത് ചെയ്തു? ഈ ഓസ്ട്രേലിയയുടെ വനിതാ ലീഗിൽ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? പന്ത് കൂടെ കൊണ്ടുപോയി. അങ്ങനെ കണക്ട് ചെയ്തു. പന്തോയ് ചാനു ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തോയ് ചാനു. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. അപ്പോൾ എന്താണ് പൊൻവാക്ക്? ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. അപ്പോൾ 2024 മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? KR മീര. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ വസന്ത് ഡേറ്റ്. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? പന്തോയ് ചാനു. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ആബേൽ പ്രൈസ് 2024 അർഹനായതാരാണ്? മിഷേൽ ടലാഗ്രാൻഡാണ്. ആബേൽ പ്രൈസ് 2024 അർഹനായത് മിഷേൽ ടലാഗ്രാൻഡ്. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ.
സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. അപ്പോൾ നമ്മുടെ ഈ ജലലഭ്യതയൊക്കെ കുറവുള്ള ഈ മരുഭൂമിയുള്ള രാജസ്ഥാനിലല്ലേ, അപ്പോൾ അവിടെയാണ് എന്ത് ആരംഭിച്ചത്? നമ്മുടെ സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. 2024 മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കഥകളി. 2024 മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ശ്രീലങ്ക. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ശ്രീലങ്ക. 2024 തോമസ് കപ്പ് വേദി എവിടെയാണ്? ചൈന. 2024 തോമസ് കപ്പ് വേദിയാണ് എവിടെ? ചൈന. പിന്നെ ചോദിക്കാം, ഈ നമ്മുടെ തോമസ് കപ്പ് ഏത് കായികവുമായി ബന്ധപ്പെട്ടതാണ്? ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. 2024 തോമസ് കപ്പിൻ്റെ വേദി എവിടെയാണ്? ചൈനയിലാണ്. അപ്പം ആബേൽ പ്രൈസ് 2024 അർഹനായതാരാണ്? മിഷേൽ ടലാഗ്രാൻഡ്. സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. 2024 മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാണ് ശ്രീലങ്ക. 2024 തോമസ് കപ്പ് വേദി എവിടെയാണ്? ചൈന. പിന്നെ ഈ തോമസ് കപ്പ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ ആണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കരയാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. അപ്പോൾ അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആര്? സൈമൺ ഹാരിസ്. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യമാണ് ഗയാന. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യമാണ് ഏത്? ഗയാന. പക്ഷികളും ഒരു മനുഷ്യരും എന്ന കൃതിയുടെ രചയിതാവാണ് സുരേഷ് ഇളമൺ. പക്ഷികളും ഒരു മനുഷ്യരും എന്ന കൃതിയുടെ രചയിതാവാണ് ആര്? സുരേഷ് ഇളമൺ. പോർച്ചുഗലിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ലൂയിസ് മോണ്ടിനെഗ്രോ. പോർച്ചുഗലിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ആര്? ലൂയിസ് മോണ്ടിനെഗ്രോ. അപ്പോൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് എവിടെയാണ്? കൊട്ടാരക്കര. അയർലൻഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട ആദ്യ കരീബിയൻ രാജ്യമാണ് ഗയാന. പക്ഷികളും ഒരു മനുഷ്യരും എന്ന കൃതിയുടെ രചയിതാവാണ് ആര്? സുരേഷ് ഇളമൺ. പോർച്ചുഗലിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ആര്? ലൂയിസ് മോണ്ടിനെഗ്രോ. അപ്പോൾ നമ്മൾ രണ്ട് പ്രധാനമന്ത്രിയെ പഠിച്ചിട്ടുണ്ട്. അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? സൈമൺ ഹാരിസും. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ലൂയിസ് മോണ്ടിനെഗ്രോയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് എൻകോർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയറാണ് ഏത്? എൻകോർ. കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് എസ് മണികുമാർ. കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര്? ജസ്റ്റിസ് എസ് മണികുമാർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത് ആരാണ്? സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പി അഗസ്റ്റിനാണ് 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത്. 2024 ആദ്യ സൂര്യഗ്രഹണം ദൃശ്യമായതെന്നാണ്? 2024 ഏപ്രിൽ 8 അപ്പോൾ 2024 ആദ്യ സൂര്യഗ്രഹണം ദൃശ്യമായതെന്നാണ്? 2024 ഏപ്രിൽ 8. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഏതാണ്? എൻകോർ. കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് എസ് മണികുമാർ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് ദേവിക. 2023 അക്ഷയശ്രീ പുരസ്കാരം നേടിയത് ആരാണ്? സെബാസ്റ്റ്യൻ പി അഗസ്റ്റിൻ. 2024 ആദ്യ സൂര്യഗ്രഹണം ദൃശ്യമായതെന്നാണ്? 2024 ഏപ്രിൽ 8 അപ്പോൾ നമ്മളിത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.